Today we will discuss special features, merits and demerits of Bentham and Hooker system of classification. Last video we Bentham and Hooker classification വളരെ detail ആയിട്ട് പഠിച്ചു. Then ഇനി ആ classificationലെ special featuresഉം meritsഉം demeritsഉം ആണ് പഠിക്കാനുള്ളത്. First of all, special features of the classification system proposed by Bentham and Hooker. First feature, classification of Bentham and Hooker covers only seed plants or phanerogams. Seed bearing plants ne matramana Bentham and Hooker classification le classify ചെയ്തിട്ടുള്ളത്. 97,205 species of flowering plants are classified under 7,569 genera and 202 families, starting from Ranunculaceae and ending in Poaceae. So, ഇത്രയും സ്പീഷീസിനെ ഇത്രയും ജീനസിലായിട്ട് ഇത്രയും ഫാമിലീസിലാണ് Bentham and Hooker ക്ലാസിഫിക്കേഷനിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റാനങ്കുലേസിയിലാണ്. ഓർഡർ റെനൈൽസിലാണ് റാനങ്കുലേസി വരുന്നത്. നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ് ക്ലാസിഫിക്കേഷനിൽ കാണാതിരുന്നത്. ആൻഡ് എൻഡിങ് ഇൻ പോയേസി. മോണോകോട്ടിലിഡൻസ് ആർ പ്ലേസ്ഡ് ആഫ്റ്റർ ഡൈക്കോട്സ്. ക്ലാസിഫിക്കേഷന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഡിവിഷൻ ഫാനറോഗ്യാമ 3 ക്ലാസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൈകോട്ടിലിഡനെ, ജിംനോസ്പെർമെ ആൻഡ് മോണോകോട്ടിലിഡനെ. സോ ഡൈകോട്ടിലിഡനെ കഴിഞ്ഞിട്ടാണ് മോണോകോട്ടിലിഡനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. Then gymnosperms are treated as separate group and placed between dicots and monocots. ഇത് നമ്മൾ കണ്ടു. ഡൈക്കോട്സിന്റെയും മോണോകോട്സിന്റെയും ഇടയിൽ ജിംനോസ്പെർംസിനെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. Then dicotyledons are divided into polypetalae, gamopetalae and monoclamidiae. ക്ലാസ് ഡൈകോട്ടിലിഡനെ 3 സബ് ക്ലാസ് ആയിട്ടാണ് Bentham and Hooker ക്ലാസിഫിക്കേഷനിൽ ഡിവൈഡ് ചെയ്തത്. പോളിപെറ്റാലെ, ഗാമോപെറ്റാലെ ആൻഡ് മോണോക്ലമീഡിയെ. Then series Disciflorae is created newly, a group not recognized by earlier workers. നമ്മൾ പറഞ്ഞു Bentham and Hooker classification is the refined version of AP, Decandol and Lindley. അതിൽ ഇല്ലാത്ത ഒരു പുതിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ സീരീസ് ആണ് Disciflorae. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് Disciflorae എന്നുള്ളത് P&H ക്ലാസിഫിക്കേഷന്റെ ഒരു പുതിയ ഫീച്ചറാണ്. നമ്മൾ സ്പെഷ്യൽ ഫീച്ചേഴ്സും മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഒക്കെ പറയുമ്പോൾ നമ്മളെ കയ്യിൽ Bentham and Hooker ക്ലാസിഫിക്കേഷൻ വേണം, കയ്യിൽ പിടിച്ചിട്ട് വേണം ഇത് കേൾക്കാൻ. മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ സിസ്റ്റം ഈസ് നാച്ചുറൽ ആൻഡ് വെരി പ്രാക്ടിക്കൽ. ഒരു നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. അതേപോലെ പ്രാക്ടിക്കൽ ആണ്, നമുക്ക് പ്രാക്ടിക്കൽ പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലാസിഫിക്കേഷനാണ്. Classification is based on actual observation and examination of specimens and herbaria. Classification ചെയ്യാൻ വേണ്ടി Bentham and Hooker ഇവര് ലൈവ് സ്പെസിമെനെയോ ഹെർബേറിയം സ്പെസിമെനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ റെഡിയാക്കിയിട്ടുള്ളത്. സോ ആക്യുറേറ്റ് ആണ്, അതുപോലെ പ്രാക്ടിക്കൽ ആണ്, അതൊക്കെയാണ് ഒരു മെറിറ്റ്. സെക്കൻഡ്, descriptions are accurate at all level and easy to follow up to family level. നമ്മൾക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാമിലി ഐഡന്റിഫൈ ചെയ്യാൻ, ഫാമിലി വരെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് Bentham and Hooker ക്ലാസിഫിക്കേഷൻ. അതായത് അത് ഏത് ക്ലാസ്സിൽ വരുന്നു, ഏത് സബ് ക്ലാസ്സിൽ വരുന്നു, ഏത് സീരീസിൽ വരുന്നു, ഏത് ഓർഡറിൽ വരുന്നു, ഏത് ഫാമിലി വരെ വരുന്നു നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജീനസും സ്പീഷീസും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഫാമിലി ലെവലാണ് ഏറ്റവും ഈസി ആയിട്ട് Bentham and Hooker ക്ലാസിഫിക്കേഷൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ് ടു ഫാമിലിയാണ് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുക. System provide information about geographical distribution. ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ.
ദെൻ ഈ ക്ലാസിഫിക്കേഷന്റെ ഓരോ ഫാമിലിയിൽ പെട്ട ജീനസും അതിൽ വരുന്ന സ്പീഷീസും കൂടി ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ജനറ പ്ലാന്റാരം ഒരു 3 വോളിയം ബുക്കാ. 202 ഫാമിലി ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇതുപോലെ പ്രസന്റ് ചെയ്താൽ 1-2 പേജസേ വരൂ. അല്ല, അതിന് പുറമെ ഓരോ ഫാമിലിന്റെയും ഓരോ ജീനസിന്റെയും ഓരോ സ്പീഷീസിന്റെയും ക്യാരക്ടേഴ്സും കൂടി ക്ലാസിഫിക്കേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഓരോ സ്പീഷീസിന്റെയും ജിയോഗ്രഫിക്കൽ ഏരിയ കൂടി ക്ലാസിഫിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The classification begins with the runnels, which are now universally considered as the most primitive among angiosperms. നമ്മൾ പറഞ്ഞു Ranunculacea ആണ് ഫസ്റ്റ് ഫാമിലി. Ranunculacea വരുന്ന ഓർഡർ ആണ് Runnels. സോ ഫസ്റ്റ് ഓർഡർ ആണ് Runnels. ഫസ്റ്റ് ഓർഡർ ആയിട്ട് പ്ലേസ് ചെയ്യാൻ കാരണം Runnelsനെ പ്രിമിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്. And now it is universally accepted as most primitive among angiosperms. Then monocots are placed after dicots. Monocotsനെ dicotsന് ശേഷം പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ monocots are advanced എന്നുള്ള ഒരു ഡെസിഷൻ ആണ് നമുക്ക് അതിന് കിട്ടുന്നത്. monocots are advanced than dicots എന്നാണ് അതിന് മനസ്സിലാവുന്നത്. റിഡക്ഷൻ ഇൻ നമ്പർ സൈസ് എന്നൊക്കെ പറഞ്ഞത് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. അപ്പൊ നമ്മൾ റിഡക്ഷൻ ഇൻ നമ്പർ പറയുമ്പോൾ ഡൈക്കോട്സിന് 2 കോട്ടിലിഡൻസ് ഉണ്ട്, മോണോകോട്സിന് 1 ഉള്ളൂ. സോ കോട്ടിലിഡൻസ് കുറഞ്ഞ് 1 ആയിട്ട് മാറുന്ന സമയത്ത് അത് അഡ്വാൻസ്ഡ് ഫീച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഡൈക്കോട്സിനെ പ്രിമിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഡൈക്കോട്സിനെ ഫസ്റ്റ് പ്ലേസ് ചെയ്ത് ഒരു കോട്ടിലിഡൻ ഉള്ള മോണോകോട്സിനെ ലാസ്റ്റിൽ പ്ലേസ് ചെയ്തത്. In dicots, Diclamidus polypetalae and Gamopetalae were placed before Monoclamidiae. നമ്മൾ പറഞ്ഞു റിഡക്ഷൻ ഇൻ നമ്പർ ആൻഡ് സൈസ് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. സോ ക്ലാസ് ഡൈക്കോട്ടിലിഡനയിൽ വരുന്ന പോളിപെറ്റാലിയും ഗാമോപെറ്റാലിയും കഴിഞ്ഞതിന് ശേഷമാണ് മോണോക്ലമീഡിയനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പോളിപെറ്റാലെ ആൻഡ് ഗാമോപെറ്റാലെ എന്ന് പറയുമ്പോൾ അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഈ പോളിപെറ്റാലേക്കും ഗാമോപെറ്റാലേക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കാലിക്സും കൊറോളിയും പ്രസന്റ് ആണ്. അതായത് അത് ഡൈക്ലാമിഡസ് ആണ്. അതിന് കാലിക്സും ഉണ്ട്, കൊറോളി ഉണ്ട്. കാലിക്സും കൊറോളിയും പ്രസന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ഡൈക്ലാമിഡസ് ഫ്ലവേഴ്സ് എന്ന് പറയാം. സോ അവിടെ 2 വേൾ ഓഫ് നോൺ എസെൻഷ്യൽ യൂണിറ്റ്സ് ഉണ്ട്. ആൻഡ് മോണോക്ലമീഡിയയിലോ ഒരു വേളേ ഉള്ളൂ. സോ റിഡക്ഷൻ ഇൻ നമ്പർ എന്നുള്ള ഒരു പ്രോസസ് ആണ് മോണോക്ലമീഡിയയിൽ വന്നിട്ടുള്ളത്. സോ റിഡക്ഷൻ ഇൻ നമ്പർ വന്നിട്ടുള്ള മോണോക്ലമീഡിയനെ ലാസ്റ്റിൽ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ദ മെറിറ്റ് ഓഫ് ബന്ധമാനുക്കർ ക്ലാസിഫിക്കേഷൻ. അല്ലെങ്കിൽ ഡൈക്ലാമിഡസിനെ പ്രിമിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ് കാലിക്സും കൊറോളിയുള്ള ഗ്രൂപ്പ്സിനെ പ്രിമിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ് ഡൈക്ലാമിഡസിനെ ഫസ്റ്റിലും മോണോക്ലാമിഡസിനെ ലാസ്റ്റിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. Placement of Gamopetalae after Polypetalae is justifiable since union of petal considered advanced over free condition. പോളിപെറ്റാലിനെയും ഗാമോപെറ്റാലിനെയും നോക്കുമ്പോൾ അതായത് ക്ലാസ് ഡൈക്കോട്ടിലിഡനയില് സബ് ക്ലാസ് പോളിപെറ്റാലേക്ക് ശേഷമാണ് സബ് ക്ലാസ് ഗാമോപെറ്റാലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്താ മനസ്സിലാവുന്നത്? യൂണിയൻ ഓഫ് പെറ്റൽ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറാണ്. സോ പോളിപെറ്റാലയിൽ പെറ്റൽസ് യുണൈറ്റ് ചെയ്തിട്ടില്ല, അതൊരു പ്രിമിറ്റീവ് ഫീച്ചറാണ്. സോ പോളിപെറ്റാലിനെ ഫസ്റ്റ് പ്ലേസ് ചെയ്തത് എന്തുകൊണ്ടാണ്? പ്രിമിറ്റീവ് ആയതുകൊണ്ടാണ്. ഗാമോപെറ്റാലയിൽ യൂണിയൻ ഓഫ് പെറ്റൽ ഉണ്ട്, അതൊരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആണ്. അതുകൊണ്ടാണ് ഗാമോപെറ്റാലിനെ ലാസ്റ്റിൽ പ്ലേസ് ചെയ്തത്. സോ അതും ബന്ധമാനുക്കർ ക്ലാസിഫിക്കേഷന്റെ ഒരു മെറിറ്റ് ആണ്. A special feature of this system is the addition of new series Disciflorae. നമ്മൾ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാ സീരീസ് ഡിസ്കിഫ്ലോറയുടെ ഇൻട്രൊഡക്ഷൻ. അത് ബന്ധമാനുക്കർ ക്ലാസിഫിക്കേഷന്റെ ഒരു മെറിറ്റ് ആണ്. Then placement of Heteromerae in Gamopetalae before Bicarpellatae is justifiable. ഹെട്രോമീറയുടെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കാർപ്പൽസ് മോർ ദാൻ 2 ആണ്. ബൈകാർപ്പല്ലേറ്റയിലോ കാർപ്പൽസ് 2 ആണ്. സോ കാർപ്പൽസിന്റെ നമ്പർ റെഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ് ഹെട്രോമീറയുടെ മുകളിലും ബൈകാർപ്പല്ലേറ്റയെ താഴെയും പ്ലേസ് ചെയ്തിട്ടുള്ളത്. Then position of Cucurbitaceae and Umbelliferae at the end of Polypetalae is appropriate. These 2 families
act as the connecting link between polypetale and gamopetale. നമ്മളെ സബ് ക്ലാസ് പോളിപെറ്റാലയുടെ ക്ലാസിഫിക്കേഷനിൽ ലാസ്റ്റ് സീരീസ് ആയിട്ടുള്ള കാലിസിഫ്ലോറയിൽ ഓർഡർ പാസിഫ്ലോറയിൽസിലാണ് കുക്കുർബിറ്റേസിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിനും താഴെ വരുന്ന ഒരു ഓർഡർ ഉണ്ട് അംബലേൽസ്. അതിൽ വരുന്ന ഒരു ഫാമിലിയാണ് അംബലിഫറെ. സോ പോളിപെറ്റാലയുടെ ലാസ്റ്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ള രണ്ട് ഫാമിലീസ് ആണ് കുക്കുർബിറ്റേസി ആൻഡ് അംബലിഫറെ എന്ന് പറഞ്ഞത്. ആൻഡ് ദീസ് ടു ഫാമിലീസിനെ പോളിപെറ്റാലയുടെ ലാസ്റ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് these two families act as the connecting link between polypetale and gamopetale. അങ്ങനെ പറയാൻ കാരണം കുക്കുർബിറ്റേസിനെ പോളിപെറ്റയിലാണ് പ്ലേസ് ചെയ്തതെങ്കിൽ കൂടി മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഗാമോപെറ്റാലസ് ആണ്. കുക്കുർബിറ്റേസി ഫാമിലിയും അംബലിഫറെ ഫാമിലിയും പോളിപെറ്റാലേന്റെയും ഗാമോപെറ്റാലേന്റെയും ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതിനെ ലാസ്റ്റിൽ പ്ലേസ് ചെയ്യുന്നത് വഴി പോളിപെറ്റാലെ മുകളിൽ നിന്ന് തുടങ്ങി താഴെ വന്ന് ലാസ്റ്റ് ഫാമിലി കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നത് ഗാമോപെറ്റാലയിലെ ഫസ്റ്റ് ഫാമിലീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് സീരീസ് ആയിട്ടുള്ള ഇൻഫറെ ആയിട്ടാണ്. കുക്കുർബിറ്റേസിയും അംബലിഫറയും അതുപോലെ തന്നെ ഇൻഫീരിയർ ഓവറി കാണിക്കുന്ന ഫാമിലീസാണ്. കുക്കുർബിറ്റേസി നമുക്കറിയാം മത്തന്റെയും കുമ്പളങ്ങന്റെയും ഒക്കെ ഫ്രൂട്ടിനെ നമ്മൾ താഴെ കാണും, അതിന്റെ മുകളിലാണ് കൊറോള കാണാറ്. സോ അതൊരു ഇൻഫീരിയർ ഓവർ ഉള്ള ഫാമിലിയാണ്. അംബലിഫറെ എന്ന് പറഞ്ഞതും ഇൻഫീരിയർ ഓവർ ഉള്ള ഒരു ഫാമിലിയാണ്. സോ ബെന്തമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷനിലെ പോളിപെറ്റാലേന്റെ ലാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഗാമോപെറ്റാലയിലേക്കാണ് അത് എൻ്റർ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ അങ്ങനെയാണ് പോവുക. സോ ഗാമോപെറ്റാലയിലെ ഫസ്റ്റ് സീരീസ് ഇൻഫറയാണ്. ഇൻഫീരിയർ ഓവർ ഉള്ള ഫാമിലീസ് ആണ് അതിൽ വരുന്നത്. സോ കുക്കുർബിറ്റേസി അംബലിഫറയും ഇൻഫീരിയർ ഓവറി കാണിക്കുന്ന ഫാമിലിയാണ്. ഗാമോപെറ്റാലയിലെ ഫസ്റ്റ് ഫാമിലീസ് ഇൻഫീരിയർ ഓവറിയാണ്. കൂടാതെ കുക്കുർബിറ്റേസിയിൽ ഗാമോപെറ്റാലസ് ഫ്ലവേഴ്സും ആണ് കൂടുതൽ. സോ ഈ രണ്ട് ഫാമിലീസും എന്തുകൊണ്ടും പോളിപെറ്റാലിന്റെയും ഗാമോപെറ്റാലിന്റെയും കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ബെന്തമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷനിൽ. Creation of subclass Monoclemidae and arrangement of certain series on the basis of aquatic and terrestrial habitat. അപ്പോൾ ഡിസ്കിഫ്ലോറയുടെ ക്രിയേഷൻ പറഞ്ഞ പോലെ തന്നെ സബ് ക്ലാസ് മോണോക്ലെമീഡിയ എന്ന് പറഞ്ഞത് ബെന്തമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷന്റെ ഒരു ക്രിയേഷനാണ്, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഈ ഒരു മോണോക്ലെമീഡിയയില് ചില സീരീസിനെ എന്തിന്റെ ബേസിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അതിന്റെ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിന്റെ ബേസിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടി ഓവ്ലേറ്റ് അക്വാട്ടിക് ആൻഡ് മൾട്ടി ഓവ്ലേറ്റ് ടെറസ്ട്രിയൽസ്. Among Monoclemidae, families with unisexual flowers are placed after families having bisexual flowers. യൂണിസെക്ഷൽസിലെ യൂഫോർബിയസിനെ നമ്മൾ ലാസ്റ്റിലാകണ്ടേ. സോ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ ലാസ്റ്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് മുകളിലുമാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏതില്? മോണോക്ലെമീഡിയയില്. സോ ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് ആൻഡ്രീഷും ഗൈനീഷും പ്രസന്റാ. എസെൻഷ്യൽ പേഴ്സിലെ രണ്ട് യൂണിറ്റ്സും പ്രസന്റാ. യൂണിസെക്ഷലിലോ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവൂ. റിഡക്ഷൻ ഇൻ സൈസ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ക്യാരക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ള യൂണിസെക്ഷുവൽസിനെ താഴെ പ്ലേസ് ചെയ്തത്. And last merit, series Blumaceae having many advanced characters and extremely reduced flowers has been rightly placed at the end of monopause. Poaceae or Graminae. Poaceae or Graminae ആണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാമിലി. ബെന്തമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് Poaceae, പ്രിമിറ്റീവ് ആയിട്ടുള്ളത് Ranunculacea ആണെന്ന് പറഞ്ഞു. ഈ Poaceae or Graminae വരുന്ന സീരീസ് ആണ് Blumaceae. ലാസ്റ്റ് സീരീസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് Blumaceae ആണ്. ഈ Blumaceae സീരീസിന് ഒരുപാട് അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേപോലെ അതിന്റെ ഫ്ലവേഴ്സ് വളരെ റെഡ്യൂസ്ഡ് ആണ്. അതിനെന്ത് ചെയ്തു? മോണോപോഴ്സിന്റെ ലാസ്റ്റിൽ പ്ലേസ് ചെയ്തു. അതെന്താ മീൻ ചെയ്യുന്നത്? ഒരു അഡ്വാൻസ്ഡ് സീരീസ് ആണ്. അപ്പൊ നമ്മൾ Poaceae ഫ്ലവർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കാലിക്സ് ആൻഡ് കൊറോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷൻ ഇല്ല, പെരിയാന്തും ഇല്ല. കുറച്ച് ബ്രാക്സും ബ്രാക്ട്യൂൾസും മോഡിഫൈ ചെയ്ത സ്ട്രക്ചേഴ്സ് ആണ് എസെൻഷ്യൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്.
ചില മെമ്പേഴ്സിലൊക്കെ ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആണ്. സോ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. അതൊരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇത്രയാണ് ബന്ധമാരുക്കർ ക്ലാസിഫിക്കേഷന്റെ മെറിറ്റ്. ക്ലാസിഫിക്കേഷൻ നോക്കി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. മെറിറ്റ്സ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് 3 മെറിറ്റ്സ് ജനറൽ ആണ്. ഏതൊക്കെയായിരുന്നു ഫസ്റ്റ് 3 മെറിറ്റ്സ്? It is a natural system of classification. It is very practical and it is based on actual observation and examination of specimens and herbaria. And രണ്ടാമത്തേത്, it is easy to follow up to family level. And the third one is it provide information about geographical distribution. ഇനി നമുക്ക് ഓർഡർ ഇല്ലാതെ ആണെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. Dicots are placed before monocots. ഇതിന്ന് എന്താ മനസ്സിലാവുന്നത്? ഡൈക്കോട്സിന് 2 കോട്ടിലിഡൻസും മോണോകോട്സിന് 1 കോട്ടിലിഡനുമാണ്. റിഡക്ഷൻ ഇൻ സൈസ് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ് മോണോകോട്സിനെ ലാസ്റ്റിലും ഡൈക്കോട്സിനെ ഫസ്റ്റിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ സബ് ക്ലാസ് പോളിപെറ്റാലിനെ ഗാമോപെറ്റാലിന്റെ മുന്നിൽ പ്ലേസ് ചെയ്തു. സോ യൂണിയൻ ഓഫ് പെറ്റൽ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ് ഗാമോപെറ്റാലിനെ പോളിപെറ്റാലയ്ക്ക് ശേഷം പ്ലേസ് ചെയ്തിട്ടുള്ളത്. വേറൊരു മെറിറ്റ് ആണ് ഡൈക്ലാമിഡസ് ആയിട്ടുള്ള പോളിപെറ്റാലനെയും ഗാമോപെറ്റാലനെയും മോണോക്ലെമീഡിയക്ക് മുന്നിൽ പ്ലേസ് ചെയ്തു. റിഡക്ഷൻ ഇൻ നമ്പർ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ് ഒരു നോൺ എസെൻഷ്യൽ വേൾ മാത്രമുള്ള മോണോക്ലെമീഡിയനെ ലാസ്റ്റിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. തലാമി ഫ്ലോറയിൽ വരുന്ന റെനൈൽസ്, ഓർഡർ റെനൈൽസ് ആണ് പ്രിമിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് റെനൈൽസിലെ ഫാമിലി പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് തലാമി ഫ്ലോറയിൽ വരുന്ന റെനൈൽസിനെ പ്രിമിറ്റീവായി കൺസിഡർ ചെയ്തു ബിയാൻഡിച്ച് ക്ലാസിഫിക്കേഷൻ ആൻഡ് ദേ പ്ലേസ്ഡ് റെനൈൽസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് നൗ ഇറ്റ് ഈസ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആസ് പ്രിമിറ്റീവ്. വേറൊരു മെറിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ സീരീസ് ഡിസ്കിഫ്ലോറെ. കാലിസിഫ്ലോറേന്റെ ലാസ്റ്റിൽ വരുന്ന 2 ഫാമിലീസ് ആണ് കുക്കുർബിറ്റേസി അതുപോലെ അംബലിഫെറെ. ആൻഡ് ദീസ് 2 ഫാമിലീസ് ആക്ട് ആസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പോളിപെറ്റാലെ ആൻഡ് ഗാമോപെറ്റാലെ. പോളിപെറ്റാലെ കഴിഞ്ഞിട്ട് വരുന്ന ഗാമോപെറ്റാലയിലേക്കുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? ദ പ്ലേസ്മെന്റ് ഓഫ് ഫാമിലി കുക്കുർബിറ്റേസി ആൻഡ് അംബലിഫെറെ. അതിന് കാരണം പറയുന്നത് കുക്കുർബിറ്റേസിയിലെ മോസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഗാമോപെറ്റാലസ് ആണ്. അതുപോലെ തന്നെ അംബലിഫെറയും കുക്കുർബിറ്റേസിയും ഇൻഫീരിയർ ഓവറി കാണിക്കുന്ന 2 ഫാമിലീസും ആണ്. ദെൻ വേറെ ഒരു മെറിറ്റ് ആണ് പ്ലേസ്മെന്റ് ഓഫ് ഹെട്രോമീറെ ബിഫോർ ബൈകാർപ്പല്ലേറ്റ്. ബൈകാർപ്പല്ലേറ്റയിൽ 2 കാർപ്പൽസ് ആണ് ഉള്ളതെങ്കിൽ ഹെട്രോമീറയിൽ മോർ ദാൻ 2 കാർപ്പൽസ് ആണ്. സോ ഇവിടെയും റിഡക്ഷൻ ഇൻ സൈസ് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ് ബൈകാർപ്പല്ലേറ്റിനെ താഴെ പ്ലേസ് ചെയ്തത്, ഹെട്രോമീറക്ക് താഴെ പ്ലേസ് ചെയ്തത്. വേറൊരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആണ് ക്രിയേഷൻ ഓഫ് സബ് ക്ലാസ് മോണോക്ലെമീഡിയെ. ഇൻട്രൊഡക്ഷൻ ഓഫ് മോണോക്ലെമീഡിയ എന്ന് പറയുന്നത് ബന്ധം ആൻഡ് ഹുക്കർ ക്ലാസിഫിക്കേഷന്റെ ഒരു ഫീച്ചർ ആണ്. ആൻഡ് മോണോക്ലെമീഡിയയിൽ മൾട്ടി ഓവുലേറ്റ് അക്വാട്ടിക്ക ആൻഡ് മൾട്ടി ഓവുലേറ്റ് ടെറസ്ട്രീസ്. ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിന്റെ ബേസിലാണ്. ദെൻ മോണോക്ലെമീഡിയയിൽ തന്നെ യൂണിസെക്ഷുവൽസിനെ ലാസ്റ്റിലും ബൈസെക്ഷുവൽസിനെ ഫസ്റ്റിലുമാണ് പ്ലേസ് ചെയ്തത്. ഇവിടെയും റിഡക്ഷൻ അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ട് മെയിൽ ഓർ ഫീമെയിലെ ഒരു ഫ്ലവറിൽ പ്രസന്റ് ആയിട്ടുണ്ടാവുള്ളൂ. സോ റിഡക്ഷൻ ഇൻ സൈസ് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ടാണ് യൂണിസെക്ഷുവൽസിനെ ലാസ്റ്റിൽ പ്ലേസ് ചെയ്തത്. ആൻഡ് ദ ലാസ്റ്റ് മെറിറ്റ് Glumacy, having many advanced characters, has been rightly placed at the end of monocots. അപ്പോൾ ഇത്രയാണ് merits. Then, what are the different demerits of Bandama-Rucker classification? നമ്മൾ വെറുതെ ബന്ധമാ-രുക്കർ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഡിമെറിറ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ? ഒന്നാമത്, ജിംനോസ്പേംസിനെ റോങ്ലിയാണ് പ്ലേസ് ചെയ്തത്. മോണോകോട്ടിന്റെയും ഡൈക്കോട്ടിന്റെയും ഇടയിൽ ഒരിക്കലും ജിംനോസ്പേംസിനെ പ്ലേസ് ചെയ്യാൻ പാടില്ല. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഗ്രൂപ്പ്സിന്റെ ഇടയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് പോസ്റ്റ് ഡാർവീനിയൻ ബട്ട് പ്രീ ഡാർവീനിയൻ ഇൻ കൺസെപ്റ്റ്. ദെൻ മൂന്നാമത്
എവല്യൂഷണറി അല്ലെങ്കിൽ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. സോ ആ 3 ഡീമെറിറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരണം. ഇറ്റ് ഈസ് നോട്ട് എ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അതാണ് ഒന്നാമത്തെ ഡീമെറിറ്റ്. മെറിറ്റ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒരു ഡീമെറിറ്റ് ആണ് ഇറ്റ് ഈസ് നോട്ട് എ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ദെൻ though BRH classification is post-Darwinian, it is pre-Darwinian in concept. Gymnosperms are wrongly placed in between dicots and monocots. Cucurbitaceae having united petals placed in polypetalae. നമ്മൾ മെറിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Cucurbitaceae act as the connecting link between polypetalae and gamopetalae. Inferior ovary ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സിലെ പെറ്റൽസ് ഫ്യൂസ്ഡ് ആണ്. പോളിപെറ്റാലയിലാണ് പ്ലേസ് ചെയ്തത്, പക്ഷെ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സിന്റെ പെറ്റൽസ് ഫ്യൂസ്ഡ് ആണ്. സോ യുണൈറ്റഡ് പെറ്റൽസ് കൂടുതൽ കാണുന്ന ഒരു ഫാമിലിനെ പോളിപെറ്റാലയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് ബന്ധമാൻ രുക്കർ ക്ലാസിഫിക്കേഷന്റെ ഒരു ഡീമെറിറ്റ് ആണ്. പ്ലേസിംഗ് ഓഫ് ആസ്ട്രേസി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഗാമോപെറ്റാലെ ഈസ് നോട്ട് ജസ്റ്റിഫയബിൾ. നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഗാമോപെറ്റാലയിൽ ഇൻഫെറയിലാണ് ആസ്റ്ററേസി വരുന്നത്. അതായത് ഒരു ബിഗിനിങ് പൊസിഷനിലാണ് ആസ്റ്ററേസി വരുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് എന്താ മനസ്സിലാവുക? ആസ്റ്ററേസി എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ഫാമിലിയാണ് ഗാമോപെറ്റാലയിൽ. പക്ഷെ ആസ്റ്ററേസി ഒരു അഡ്വാൻസ്ഡ് ഫാമിലിയാണ്, ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ്. സോ അതിന് റോങ്ങലിയാണ് ഗാമോപെറ്റാലയുടെ ഫസ്റ്റിൽ പ്ലേസ് ചെയ്തത്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഓഫ് ഫാമിലി ഓർക്കിഡേസി അറ്റ് ദ ബിഗിനിങ് ഓഫ് മോണോകോട്ട് ഈസ് ഇൻകറക്റ്റ്. ഓർക്കിഡേസിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് മോണോകോട്ടിലിഡണയിലെ മൈക്രോസ്പെർമയില. മോണോകോട്ടിലിഡണയിലെ ഫസ്റ്റ് സീരീസ് ആണ് മൈക്രോസ്പെർമ. സോ ആ ഫസ്റ്റ് സീരീസിലാണ് ഓർക്കിഡേസിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഓർക്കിഡേസി പ്രിമിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തു മോണോകോട്ട്സിലെ എന്നുള്ളതുകൊണ്ടാണ് അത് ഫസ്റ്റിൽ വന്നത്. സോ അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അത് ഇൻകറക്റ്റ് ആണ്. സീരീസ് ഓഫ് മോണോകോട്ട്സ് ഹാവ് ഗിവൺ ഈക്വൽ റാങ്ക് വിത്ത് സബ് ക്ലാസ് ഓഫ് ഡൈകോട്ട്സ്. ഫസ്റ്റ് ഡീമെറിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത് though it is post-Darwinian, pre-Darwinian in concept. Then മൂന്നാമത്തത് gymnosperms are wrongly placed in between dicots and monocots. ഒരിക്കലും ജിംനോസ്പേംസിനെ ഡൈക്കോട്സിന്റെയും മോണോകോട്സിന്റെയും ഇടയിൽ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ ലാസ്റ്റിലാണ് പ്ലേസ് ചെയ്യേണ്ടിയിരുന്നത്. തുടക്കത്തിലാണ് ശരിക്കും ചെയ്യേണ്ടത്, കാരണം ജിംനോസ്പേംസ് കഴിഞ്ഞിട്ടാണ് ആൻജിയോസ്പേംസ് വരുന്നത്. സോ അത് റോങ്ലി പ്ലേസ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ഡീമെറിറ്റ് ആണ് ബന്ധമാൻ രുക്കർ ക്ലാസിഫിക്കേഷന്റെ. മെറിറ്റ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കുർബിറ്റേസി ആൻഡ് അംബലിഫറെ പോളിപെറ്റാലയുടെ ലാസ്റ്റിൽ വരുന്ന രണ്ട് ഫാമിലീസ് ആണ്. കുക്കുർബിറ്റേസി ഹാവിങ് യുണൈറ്റഡ് പെറ്റൽസ് പ്ലേസ്ഡ് ഇൻ പോളിപെറ്റാലെ. അതാണ് കുക്കുർബിറ്റേസിയിലെ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സിന്റെ പെറ്റൽസ് യുണൈറ്റഡ് ആ, എന്നിട്ടും അതിനെ പോളിപെറ്റാലയിൽ പ്ലേസ് ചെയ്തു. ആസ്റ്ററേസി എന്ന് പറഞ്ഞ ഫാമിലി വരുന്നത് ഇൻഫെറെ സീരീസിലാണ്. റൂബിയേസിൽ റൂബിയേസി, അത് കഴിഞ്ഞിട്ടാണ് ആസ്റ്ററേസി വരുന്നത്. സോ ഗാമോപെറ്റാലയുടെ തുടക്കത്തിൽ പ്ലേസ് ചെയ്തതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആസ്റ്ററേസിനെ ബന്ധമാൻ രുക്കർ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഗാമോപെറ്റാലയിലെ ഒരു പ്രിമിറ്റീവ് ഫാമിലി ആയിട്ടാണ്. ആസ്റ്ററേസി എന്ന് പറയുന്നത് ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിൽ ഒരു ഫാമിലിയാണ്. സോ അതിനെ റോങ്ലി ആണ് ഗാമോപെറ്റാലയുടെ തുടക്കത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പ്ലേസ്മെന്റ് ഓഫ് ഫാമിലി ഓർക്കിഡേസി. മോണോകോട്ട്സിലെ സീരീസ് മൈക്രോസ്പേമയിലാണ് ഫാമിലി ഓർക്കിഡേസി വരുന്നത്. സോ മോണോകോട്ടിലിഡണേന്റെ ഫസ്റ്റിലാണ് മൈക്രോസ്പേമ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ്. അതിൽ ഓർക്കിഡേസി പ്ലേസ് ചെയ്യുന്നതോടുകൂടി ബന്ധമാൻ രുക്കർ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഓർക്കിഡേസിനെ ഒരു പ്രിമിറ്റീവ് ആയിട്ടാണ്. പക്ഷെ ഓർക്കിഡേസി എന്ന് പറയുന്നത് ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സുള്ള ഒരു ഫാമിലിയാണ്. ദെൻ ലാസ്റ്റ് ഡീമെറിറ്റ്, ക്ലാസ് ഡൈക്കോട്ടിലിഡണേനെ സബ് ക്ലാസുകളായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം സബ് ക്ലാസുകളിലാണ് സീരീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മോണോകോട്ടിലിഡണേന്റെ കേസിൽ മോണോകോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനെ ഡയറക്റ്റ് ആയിട്ട് സീരീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. സോ സീരീസ് ഓഫ് മോണോകോട്ട്സിന്റെ സീരീസിന് കൊടുത്തിട്ടുള്ള
സെയിം റാങ്ക് ആണ് സബ് ക്ലാസ് ഓഫ് ഡൈക്കോട്സിന് കൊടുത്തിട്ടുള്ളത്. ഒരു സബ് ക്ലാസ്സിന് കൊടുത്ത അതേ പൊസിഷൻ സീരീസിന് കൊടുത്തു എന്നുള്ളതാണ് വേറൊരു ഡീമെറിറ്റ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ക്ലാസിഫിക്കേഷന്റെ തുടക്കത്തിൽ പ്രിമിറ്റീവും ലാസ്റ്റിൽ അഡ്വാൻസ്ഡും ആയിട്ടുള്ള ഫാമിലീസ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന്. സോ ഓരോന്നിൻ്റെയും പോളിപെറ്റാലേൻ്റെ തുടക്കത്തിൽ, ഇപ്പോൾ നമ്മൾ പോളിപെറ്റാലേനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോളിപെറ്റാലേൻ്റെ തുടക്കത്തിലാണ് പ്രിമിറ്റീവ് വരിക, അതിൻ്റെ ലാസ്റ്റിലാണ് പോളിപെറ്റാലയിലെ അഡ്വാൻസ്ഡ് വരിക. ഗാമോപെറ്റാലയിലെ പ്രിമിറ്റീവ് അതിൻ്റെ തുടക്കത്തിൽ, ലാസ്റ്റിൽ അഡ്വാൻസ്ഡ്. ആൻഡ് മൊത്തം ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ഇവിടെ പ്രിമിറ്റീവും ഏറ്റവും ലാസ്റ്റിൽ അഡ്വാൻസ്ഡും ആണ്. താങ്ക് യു.